അന്ന് എന്റെ ശരിയാക്കി അജിവർമ്മ സാറ് വരുന്നുണ്ട്. ടീച്ചർ നല്ല ടെമ്പോയിൽ ചോദിക്കും. ഹലോ, വാഷിംഗ് മെഷീനെ ഞാൻ കേട്ടോ. കണ്ട ടീച്ചർ എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കണേ. എന്താ ടീച്ചറെ ഒരു ദേഷ്യം? ഇന്നത്തെ മെനു എന്താ? അവിടെ സൂര്യന്റെ വേവാത്ത ചോറും കരിഞ്ഞ മീൻ കഴിച്ച് ഞാൻ മടുത്തു. അയ്യോ, ഒരു കരിമീൻ എനിക്ക് കൊണ്ട് തരാനില്ലേ? കരിമീനല്ല, കരിഞ്ഞ മീൻ. കരിഞ്ഞതെങ്കിൽ കരിഞ്ഞത് ഒരെണ്ണം. ചീറ്റ് പണ്ട അമ്മേ, ഇവിടുന്ന് സ്വാദോടെ കഴിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സംഗീതാവർമ്മയുടെ ഭക്ഷണത്തിന് നല്ല സ്വാദാണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഏയ്, കേട്ടെങ്കിൽ ചുമ്മാ. ഏതായാലും അമ്മ എല്ലാം അറിയുന്നുണ്ട്. അത് ശരി, അമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞോ? ഇനി എനിക്ക് പണി എളുപ്പമായി. അയ്യോ ടീച്ചറെ, ഇത് കളി വരാനട്ടാ. തറവാട് 4 കില. നല്ല നീളം വീതിയിലെ ചെക്കനെ 4 വലിച്ചീറും. അമ്മ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് കരുതിക്കോളൂ. അയ്യോ അമ്മേ, സത്യം പറയാലോ, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞതാ. കേറി പൊടിയാത്ത്. ഞാൻ കൈയടിച്ച് പാസ്സാക്കിയതല്ലേ. ഇനി അമ്മ കൂടി ഒന്ന് കൈയടിച്ച് പാസ്സാക്കണം. വലിയ തറവാട്ടുകാരൊക്കെയാ, പക്ഷെ ഇന്ന് സ്നേഹത്തോടെ ഒരു കൈവിരൽ കാണിച്ചാൽ അത് അവൾക്കൊരു ജീവിതമാവും. സംഗീതവർമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ എന്താ പറയാ, നിനക്കൊരു തീരുമാനത്തിലെത്താനുള്ള പ്രായമൊക്കെ ആയി. എന്തായാലും അത് നല്ലതിനായിരിക്കണം. വാ, വന്നു വല്ലതും കഴിക്കും. എല്ലാം ഉണ്ടല്ലോ. ഇപ്പോഴാ എനിക്ക് സമാധാനമായ. എന്തെങ്കിലും പൊളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പം പൊളിച്ചു. എന്താ സൂര്യ, ഇനി ഏതവൻ ഉടക്കിയാലും ഇന്ന് തന്നെ പണി തുടങ്ങും. ഈ തറവാട് ആരും പൊളിക്കുന്നില്ല. എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇവിടെ താമസിക്കേണ്ട കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. ഇതുവരെ നമ്മൾ പൊളിക്കാൻ പോണ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടോ? ഇത് കാരണം ഉണ്ടായിട്ടല്ലേ? ഇസ്മായിൽ ഖാന് മനസ്സിലാക്കണം, എല്ലാവരുടെയും പ്രശ്നം എനിക്കറിയാം. അതുപോലെ തന്നെ നാളെ തറവാടിന്റെയും. ഞാനാ പറയണേ, നമ്മൾ ഇത് പൊളിക്കുന്നില്ല. വേണ്ട ഇസ്മായിൽ ഖാൻ, എനിക്കൊന്നും വേണ്ട. ആരെയും ദ്രോഹിച്ച് എനിക്കൊന്നും വേണ്ട. ഇനി പൊളിക്കില്ല എന്ന് അജി അവരോട് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനത്തെ ഒരു തീരുമാനത്തിലെത്തിയ അജിയുടെ മനസ്സും എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അമ്മയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയ സ്നേഹം. പക്ഷെ അജിക്കെന്നല്ല, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. നാലേക്കൽ തറവാടിന്റെ പാരമ്പര്യ മഹിമൊക്കെ എന്നേ നശിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതൊന്നും വീണ്ടെടുക്കാനും അജിക്ക് കഴിയില്ല. അതുകൊണ്ടാ പറയണേ, അജി ആ തീരുമാനത്തിൽ നിന്ന് മാറരുത്. അമ്മ, ചേച്ചി എല്ലാവരെയും നോക്കണ്ടേ അജിക്ക്? ആ കൂട്ടത്തില് ദൈവം എനിക്ക് ഒരാൾ കൂടെ തന്നിരിക്ക. ഈ പ്രകൃതി സാക്ഷ്യം. എന്റെ മനസ്സ് തന്നെ സ്നേഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ വഴുതി വീഴുകയായിരുന്നു ഈ അടുപ്പത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക്. പക്ഷെ അതിനൊന്നും ഞാൻ അർഹയല്ല. ഈ വക ചിന്തകളെ സംഗീതയുടെ കുഴപ്പം. ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഈ വായാടിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഒരാൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന്. പ്രാർത്ഥിക്കുകയാണോ കരയാണോ? കാർക്കോടകം തൊട്ട് 1000 നാഗങ്ങളെ വണങ്ങണമെന്നൊരു തോന്നൽ അങ്ങനെ വന്നതാ. അജി പറയുകയും ചെയ്തല്ലോ, ആരോടെങ്കിലും മനസ്സ് തുറന്നാ സമാധാനം കിട്ടുമെന്ന്. അതുകൊണ്ടാ ഇത്രയൊക്കെ പറയണേന്ന് കരുതിയാ മതി. പ്രാർത്ഥന കഴിഞ്ഞ് അജി വന്ന് കാണാനിരുന്നതാ. ഒരു കാര്യം പറയാം, അജിയെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. മാപ്പ്. വേദനിപ്പിച്ചതിനും ഒരപേക്ഷ എനിക്കുള്ളൂ. ഇത് പൊളിക്കുമ്പോ എന്റെ അമ്മയുടെ ഒരു പൂജാമുറി ഉണ്ടാകത്ത്, അത് മാത്രം ഒന്ന് ഒഴിവാക്കണം. അച്ഛൻ വേദനിപ്പിക്കുമ്പോഴൊക്കെ അമ്മ സമാധാനം കണ്ടെത്തിയിരുന്നത് ആ മുറിയില്ല. അവിടെ വെച്ചാ അമ്മ ജീവൻ വെടിഞ്ഞതും. എത്ര വലിയ മണിമാളിക വന്നാലും ആ പൂജാമുറി ഒഴിവാക്കണം. ഞാനൊരു കാര്യം പറയാൻ പോവാ, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോവാ. ചന്ദ്രന്റെയും കൂട്ടന്റെയും കണ്ണും കാതും എത്താത്ത ദൂരെ സ്ഥലത്ത് സംഗീതം ഞാൻ ഭദ്രമാക്കിയിരിക്കും. അജി, ഞാൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇസ്മായിൽ കെ, രാമേട്ടനും എല്ലാവരോടും നമുക്ക് കൂട്ടിന് ഒരുപാട് ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാന. സംഗീത എന്നോട് വരില്ലേ? എനിക്കിപ്പോ വാക്ക് തരണം പ്ലീസ്. ഞാനും അമ്മയും
എന്നെ പോലെ ഈ പൂജാമുറിയിൽ എത്തിയിരിക്കുക ഒരു തീരുമാനത്തിന് വേണ്ടി. അമ്മയ്ക്കറിയാലോ ഞാൻ പാവാ. അച്ഛന്റെ മനസ്സ് വേദനിക്കും അമ്മ. എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാ. കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്റെ ജ്യേഷ്ഠനായതുകൊണ്ട് പറയല്ല. കേരള ഇബ്രാഹിം എന്ന് കേട്ട മണിപ്പാലി കിഡിങ്ങും. നിന്റെ അച്ഛൻ ഇബ്രാഹിമിക്ക് ഗുരു മാത്രമല്ല, ദൈവം കൂടിയായിരുന്നു. ആ മണിപ്പാല് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന അവകാശം ഈ ഇബ്രാഹിംക്ക് അല്ലാതെ ഗവൺമെന്റ് മറ്റൊക്കെ കൊടുക്കൂല. അത്രക്ക് പിടിപാടില്ലേ? ആ വീട്ടില് 4 പെൺകുട്ടികളാ. സംഗീതക്ക് അതൊരു ആശ്വാസവും. അതെ അതെ, ചിലപ്പോ തിരിച്ചു വന്നില്ലാന്നിരിക്കും. എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ. അതിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. സകല കാര്യങ്ങൾ സെറ്റപ്പ് ആയ സ്ഥിതിക്ക് ഇനി എന്തിനു പേടിക്കണം? നീ സംഗീതയെ മണർകാട് അല്ല മണിപ്പാൽ ഉണ്ടാക്കുന്നു, ആ നിമിഷം തിരിക്കുന്നു. ആ ശരി, ഇനി ഞങ്ങളൊന്ന് റെഡി ആവട്ടെ. നീ ചെന്ന് സംഗീത അമ്മയൊന്ന് കാണിച്ചിട്ട് വാ. വാ 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 വാ. നീ എല്ലാ മുറിയിൽ നോക്കിയടാ? ആ നോക്കി. വാടാ, അവരെവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുക്കും ഞങ്ങൾ. ചന്ദ്രനോടുള്ള കളി തേക്കളെ കേട്ടോ. മോനെ, എന്തൊക്കെയാ സംഭവിക്കുന്നേ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഒന്നും പേടിക്കാനില്ല അമ്മേ. വേഗം പൊയ്ക്കോ. എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എല്ലാം നല്ലതിനാ, നല്ലതേ വരൂ. ഞാൻ നാളെ തന്നെ തിരിക്കും. സെറ്റപ്പേടെ നിങ്ങൾ കൂട്ടിനെ ആരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ വന്നോളും. പിന്നെ സെറ്റപ്പേടെ നാളെ തന്നെ എത്തിക്കോളും. വാ പോവാം. ഇപ്പൊ മനസ്സിലായില്ലേ ഇവൾ ചന്ദ്രന് തന്നെ ഉള്ളതാണെന്ന്? വേണ്ട, ആ ബാഗ് എടുത്തേ. എടാ, എന്റെ ഫോൺ പോയടാ. ബെല്ലടിക്കണുണ്ട്. ബെല്ലിക്കാനാ? ബെല്ലിക്കാന്റെ എന്റെ ഫോണാ. അതല്ല, ഫോണിന്റെ ബെല്ലിക്കാനാണെന്ന്. എനിക്ക് പൂത്താപ്പന്ന ഫോണാ. ഇത് വലിയ പണ്ടാടക്കാരല്ല, ഫോണിന്റെ ബെല്ലടി ഇക്കാടെ ബെല്ലടിയാണെന്ന്. ആ ഹലോ, ആര് സെറ്റപ്പാ? എന്തായി പറയുന്നേ? എവിടെ വെച്ച്? ഞങ്ങൾ ഉടനെ എത്തേക്കാം. അജിയും സംഗീതയും ചന്ദ്രന്റെ ആളുകൾ വളഞ്ഞെന്ന്. വാ.
ഇവളെ ഞാൻ നിനക്ക് തരില്ല. ഇല്ല, ഇവളെ ഞാൻ നിനക്ക് തരില്ല. ഞാനാ സുരേഷ്, ഗൾഫിൽ നിന്ന് വന്ന വഴിയാ. ഇത്തവണയും 2 ആഴ്ചത്തെ ലീവ് എനിക്കുള്ളൂ. ഇപ്രാവശ്യം എന്റെ കല്യാണം നടത്തി തരണം. ഇപ്രാവശ്യം എന്തായാലും നടക്കും. മംഗളമായിരിക്കും.